വറുതിയുടെ കാലം അവസാനിപ്പിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിന് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിലും ബോട്ട് നിറയെ മീനുകളുമായി എത്തുന്ന ഒരു വിശേഷമാണുള്ളത്. തിരുവനന്തപുരം, കൊല്ലം അടക്കമുള്ള വിവിധ ജില്ലകളിൽ ഇപ്പോൾ പലയിടത്തും വലിയ രീതിയിൽ മത്സ്യം ലഭിക്കുന്നുണ്ട്. കിട്ടിയത് കൂടുതലും കിളിമീനും കൊഞ്ചും ചെമ്മീനും കണവയും ഒക്കെയാണ്. നേരത്തെ തന്നെ കണക്ക് കൂട്ടിയതനുസരിച്ച് തന്നെ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ അവർ പ്രതീക്ഷിച്ച മത്സ്യം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചു വരുന്നത്. എന്നാൽ ചാള പോലെയുള്ള ചെറിയ മത്സ്യങ്ങൾ നേരത്തെ തന്നെ കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അത് ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ പലയിടത്തും വള്ളം നിറയെ മത്സ്യങ്ങൾ ലഭിക്കുന്നതായുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇനി പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ടാണ് പലയിടത്തും ഇപ്പോൾ കടലിൽ പോകാൻ പറ്റാത്ത സാഹചര്യമുള്ളത്. എന്നാൽ വരും ദിവസങ്ങളിൽ കാലാവസ്ഥ കൂടി അനുകൂലമായാൽ കൂടുതൽ മത്സ്യം വരും. കേരള തീരത്തേക്ക് കൂടുതൽ മീൻ ലഭിക്കുമെന്നുള്ള വിവരമാണ് വരുന്നത്. കൊല്ലം തീരത്ത് തന്നെ, കൊല്ലം തീരം, അതോടൊപ്പം തന്നെ ശക്തികുളങ്ങര, അഴീക്കൽ അടക്കമുള്ള തീരങ്ങളിൽ, നീണ്ടകര അടക്കമുള്ള ഹാർബറുകളിലെല്ലാം വരുന്ന ബോട്ട് നിറയെ മത്സ്യമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രതീക്ഷകളൊക്കെ ഉയർത്തുന്ന രീതിയിൽ തന്നെ ബോട്ടുകൾ എത്തിയിരുന്നു. ഏറെയും കണവയും കിളിമീനും ഒക്കെ ആയിരുന്നു. ചെമ്മീൻ അടക്കമുള്ള മത്സ്യങ്ങളുണ്ട്. ആദ്യ ദിവസങ്ങളിൽ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ ആദ്യ ദിവസം നിരാശ നൽകിയെങ്കിലും തൊട്ടടുത്ത ദിവസം മുതൽ മത്സ്യം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും കൂടുതൽ മത്സ്യം ലഭിക്കാനായി കൂടുതൽ ബോട്ടുകൾ ഉൾക്കടലിലേക്ക് പോയിട്ടുണ്ട്. ഏതായാലും കാലാവസ്ഥ അനുകൂലമായാൽ ഇനിയും കൂടുതൽ ബോട്ടുകൾ പോയി വരും. ഏതായാലും ഒരുപാട് ബോട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയത് വരാനുണ്ട്. നിറയെ മത്സ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കേരള തീരത്ത് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.